എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ 4th ഡേ ആട്ടോ. വയനാട് അല്ലേ ക്യാമ്പ് ചെയ്യാൻ വന്നാണ്. അങ്ങനെ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ തീ അടിക്കണം, അനീസ് തീയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ടോ. തീ മേക്കർ കുറച്ചുകൂടി പൊടി കൂട്ടിക്കൂടെ, പൊടി കുറവാണ്. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇങ്ങോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാം. താഴത്ത് സ്ഥലം ഞാൻ കാണിച്ചാൽ രാത്രി കാണിക്കാൻ പറ്റില്ലല്ലോ, സ്ഥലം കാണിച്ചിട്ടാണ്. ഇതാണ് ലൊക്കേഷൻ. ഇതല്ല, ഇതിൽ ഞങ്ങൾ നിന്നത് ഇതിൽ അതിനല്ലേ അല്ല, അതിൽ ഞങ്ങൾ താമസിച്ചത്. ഇതാണ് ലൊക്കേഷൻ. ഇവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉള്ള ഏരിയ, കാരംസ് അത് ഇതുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ക്യാൻറ്റീൻ. ഇവിടെ ഷട്ടിൽ കോർട്ടോ വോളിബോൾ കോർട്ടോ ഉണ്ട്. ഞാൻ സുഖം ഇട്ടിട്ടില്ല, ചെരുപ്പില്ല, ഉണ്ട് വെറും കാലിലാണ് നടക്കുന്നത്. നല്ല കല്ല് കുത്തുന്നു. ഒരേ വൈബ് എന്ന് പറയാൻ മാത്രം വൈബില്ല, എന്നാലും ഓക്കെ. നമ്മളിവിടെ ചായ കുടിച്ച് വന്നു. ക്യാരംസ് കളിക്കാൻ വേണ്ടിയിരിക്കുകയാണ്, പക്ഷേ പൗഡറില്ല. അതെ, കിണറുണ്ട്. നമുക്ക് നൈസായിട്ട് ബാറ്റുകൾ ചെല്ലും. അതല്ല, എന്താ ഡാൻസ് ഉണ്ടോ? ഇവിടെ മാരക ബാഡ്മിൻ്റൺ കളി നടന്നുണ്ട് കേട്ടോ. കൊടുമാരകം. ഈ കളി ഞാൻ നേരെ ഏഷ്യ കപ്പിലേക്കാണ് അടുത്ത്. അനീസും ആദ്യയുമായി വമ്പം മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഥക്കുണ്ട്, നല്ല കഥക്കുണ്ട്. അനീസ് നല്ല കഥക്കുണ്ട് പറയുന്നുണ്ട്. നമ്മളെ അങ്ങനെ പോന്നു. ഞാൻ ഫ്രഷായി, അങ്ങനെ മുടി ഡ്രൈ, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൺ സീനാകുമ്പോൾ ക്ലോറിൻ വാട്ടറിലല്ലേ. അപ്പോൾ ഇന്നലെ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ വെള്ളത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാനും പിന്നെ കുളിച്ച് സെറ്റാകാനും ടൈം എടുക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് നൈസായിട്ട് പോയിട്ട് വാഷ്റൂമിൽ പോയി കുളിച്ച് സെറ്റായി, മുടിയൊക്കെ ഒതുക്കി സെറ്റാക്കി. മുടി ഉണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതായത് കണ്ടോ, കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്. ഇവിടെ ആകണ വേട്ടാളിയന്മാർ ഇങ്ങനെ നിങ്ങോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടോ വേട്ടാളിയന്മാർ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഓടുന്നുണ്ട്. കോപ്പി റൈറ്റ് അടിക്കില്ല, ഞാൻ അറിയില്ല, നോക്കാം. അടിക്കുകയാണെങ്കിൽ കട്ടി കളയും. മോനെ ജയം വരുന്ന കൊള്ളത്ത് കൂടി ബോട്ട്സിൽ വരുന്നവരുണ്ട്. മോനെ തവളാച്ചി ഇരുന്നുണ്ടോ. ഓ ഭീകരം സിനിമാറ്റിക്കാ. ഓ പൊളി. അഭിനയിക്കും, മുഖത്ത് ഭാവങ്ങൾ വരട്ടെ, ഭാവങ്ങളിട്. ഇതായിട്ട് ആരിസ് ചാണകത്ത് തൊട്ടിമാരുണ്ടല്ലോ. ഇവിടെ കാടുകൾ, ബാക്കിൽ ഫുള്ള് കവുങ്ങാണ്. കവുങ്ങും തോട്ടാണ്. നമ്മൾ ഭീകര കാട് തന്നെ നൈറ്റ് കരുതി, ഫുള്ള് കവുങ്ങും തോട്ടാണ്. ഇതാ ഇവിടെ വന്നപ്പോഴാണ് സ്വിമ്മിങ് പൂള് കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഒന്ന് അലമ്പായിട്ടുണ്ട്. അപ്പോൾ ഇവർ ക്ലീൻ ആക്കി എന്ന് പറയുന്നില്ല. അവിടെ ഇന്നലത്തേക്കാളും അടിപൊളിയാണോ വെള്ളം? ക്ലോറിൻ വാട്ടറൊക്കെ പോയിട്ടുണ്ടല്ലേ? എന്നാണ് അവർ പറഞ്ഞത്. ഇല്ലല്ലേ, പക്ഷെ അടി ഇങ്ങനെ കാണണം ശരിക്കും അല്ലേ. അടി കുഴപ്പമില്ല, എന്തായാലും ഒരു വൈബുണ്ട്. ഇതാണ് ഏരിയ. ഇവിടെ ഇങ്ങനെ ഹട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, അവർ സ്റ്റോർ റൂമും കാര്യങ്ങളും കുറച്ചുള്ളൂ. ഒരു 5-6 ഇതിനുള്ളൂ റൂംസുകൾ. അതിൽ ഒഴിഞ്ഞ് പീസ്ഫുള്ളായിട്ട് ചില്ലായിട്ട് വൈബ് ചെയ്യാൻ പറ്റും. ഫാമിലിക്ക് വന്നാണെങ്കിലും ഒന്ന് വൈബ് അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്കാൻ അവർക്ക് കിച്ചണൊക്കെ ഉണ്ടുണ്ട്. ഇവിടെ കണ്ടോ ഗ്യാസ് സ്റ്റവ്, ഇതിനകത്ത് കിച്ചണൊക്കെ ഉണ്ടുണ്ട്. അപ്പുറത്തിലും കിച്ചണുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റായി. ഇതുണ്ടാവും. ഇത് ഫാമിലിക്കില്ല,
ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് അങ്ങനെ അവർക്ക് ജോളിയാക്കാം. എന്തായിരുന്നു ഫുൾ ഫിറ്റ് ആയിരുന്നു, ഫുള്ള് തന്തായിപ്പോ. അയ്യോ 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 അടിപൊളിയാകുമ്പോൾ ബട്ട് പോലെ അടിപൊളിയാകുമ്പോൾ വൈവാ. ഇവിടെ ഒന്ന് ഇവിടെ അങ്ങനെ മേലെ നെറ്റൊക്കെ ആയിട്ട് ഭീകര വൈവല്ല. ബട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഫ്രെയിം ആട്ടോ അവിടെ. പക്ഷെ എല്ലാവരും ടയർഡായി, 4 ദിവസമായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്നത് ഇതിനകത്ത്. നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടാ. എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇതാട്ടോ ഫുൾ ഓഫ് റോഡാണ് ഈ കാണുന്നത്. ഭയങ്കര ഹാർഡ് കോർ ഓഫ് റോഡല്ല, ഒരു ലൈറ്റ് ആയിരിക്കാം. സംഭവം വൈബാണ്. അപ്പോൾ നോക്കട്ടെ, പറ്റണ നാട്ടിലെ പിള്ളേരെ കൊണ്ട് ഇറക്കണം. ഇന്ന് കപ്പലിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപ രണ്ടല്ലേ? 4 വണ്ടി വിട്ടിട്ടോ, നമ്മളെ ലൊക്കേഷനിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത ലൊക്കേഷനിലെത്തി. അടിപൊളിയാകുമ്പോൾ നമ്മൾ തിരിച്ചവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ബാണാസുര ഡാം. നമ്മളിവിടെ മാപ്പൊക്കെ സെറ്റ് ആക്കിട്ടാ. നേരെ ബാണാസുര ഡാം. ഫുള്ള് തേയിലത്തോട്ടങ്ങൾ സൈഡ് ഉണ്ടോ? അങ്ങനെ കേട്ടില്ല, പറയൂ. അതെ, എന്താ പറഞ്ഞത്? ബാണാസുര ഡാം പോവാ. ഫുള്ള് പറച്ചില് കോളേജ് വൈബാണല്ലോ. അവിടുന്ന് അമ്മലത് ബീഫ് സൗണ്ട് കൊടുക്കും. അങ്ങനെ വീട് ഫുള്ള് വ്യൂ പോയിക്കാണ്. അതെ, ഒരു ബീഫും ഇല്ല. നമുക്ക് പ്രാന്തോ നമ്മളെപ്പോഴും വെക്കേറ്റ് ചെയ്ത് പോയി. നമ്മള് ഓംലെറ്റ് അടിച്ച് നമ്മള് മെന്റലി വൈബാകാൻ നോക്കി, അതുകൊണ്ട് വൈബായി. നമ്മളെ വൈബാക്കാനായിട്ട് അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. സെൽഫ് വൈബാവണം, അത്രേ. ഞങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല നെഗറ്റീവ് റിവ്യൂ. നമ്മളെ കാര്യം നമ്മളൊരു ശത്രു ഉണ്ടാകണ്ട. അതെ, അടിപൊളി ഓട്ടം. ആരത് രമണീയമായ ഗ്രാമം, ഗ്രാമത്തിലൂടെ സഞ്ചാരം. ആ ബില്ല് കൊടുത്തോ. അതിനിപ്പോ എന്താ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ വണ്ടി എടുത്തിടത്തേക്ക് വർക്ക്ഷോപ്പ് പറഞ്ഞല്ലോ. മല നോക്കടാ, മല. അത് മറ്റേ റിവ്യൂ അറിയുന്ന ഒരാളൊന്നില്ലേ, മറ്റേ മമ്മൂട്ടിന്റെ പ്രമേയം കണ്ടിട്ട്. റോഡാട്ടോ, അടിപൊളി റോഡാ. മലനിരകൾ കാണാം, പിന്നെ ഫുള്ള് പച്ചപ്പും ഹരിതാപം. നമ്മളെ ബാണാസുര ഡാം എത്തിയിട്ടോ. ഞാൻ മീനൊക്കെ മറ്റപ്പെട്ടത്. അവിടുന്ന് ചായ കുടിച്ച് പിന്നെ ഗേറ്റിൻ്റെ അവിടുന്ന് നമ്മൾ ഗോപ്രം കൊണ്ട് ഇറങ്ങി പറഞ്ഞ് ഗോപ്രം കയറ്റാൻ പറ്റില്ല, പിന്നെ കാശ് വേണം പറഞ്ഞു. അപ്പം നൈസ് വരുന്നടിയും ഗോപ്രം വെച്ചുകൊണ്ട് പോയി. മൊബൈൽ എടുക്കാൻ എന്തിനാ നമുക്ക് ഗോപ്രം അല്ല, മൊബൈൽ ചാർജും ഉണ്ട്. സെറ്റാണുമ്പോൾ നല്ല ഗ്രീനറിയാണ്. ആദ്യം ഇവിടെ നടന്നു വരുന്നത്. പേട്ടോളി മല രണ്ടും കൂടുണ്ട്.
സുധാകരനും ശങ്കരനും. അപ്പോൾ പണ്ട് വന്നത് ഞാൻ വളരെ ഒരു 10 years 12 years ഒക്കെ മുന്നേ വന്നതാണ് ഞാൻ. ചിലപ്പോൾ അതിൻ്റെ മുന്നേ വന്നായിരിക്കും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അമ്പാനെ ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. ഇതാട്ടമ്പോ ബാണാസുര ഡാം. ആ കാണുന്ന അവിടെ ഫുള്ള് പച്ചപ്പാ. ആണ് സ്റ്റെപ്പ്. ഇതാ കണ്ടോ? കൊട പോയി. ആ കിട്ടും. ആ കാട്ടിക്കണ പോയിക്കളാ. അവിടെ പോയിട്ടോ. ഇതാണ് ഏരിയ. നമ്മളങ്ങനെ സ്റ്റെയർ കയറില്ല, അങ്ങനെ കയറി ഗേസും ഇവിടെ എത്തിട്ടോ. നേരത്തെ കണ്ട സ്പോട്ടിൽ നടക്കട്ടെ. എന്ത് പറ്റിയടാ? കിതക്കുന്നുണ്ടല്ലോ. ആ നേരെ കയറിക്കോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ മേലെ എത്തിട്ടോ. നല്ല കാറ്റാട്ടോ. പറയണ കേൾക്കണ്ടല്ലോ, നല്ല കാറ്റാ. ഹെവിയാ. മഞ്ഞമുളകളൊക്കെ ഇട്ടോ. അടിപൊളിയാകുമ്പോ ഇതാണ് ഡാം. ആടാ ബോട്ടുണ്ട് ഇട്ടാ. തുഴഞ്ഞു പോണ ബോട്ടുണ്ട്. എന്താ വൈബില്ലേ. നല്ല കാറ്റാ. മിസ്റ്റർ സുഗുണൻ തിരിച്ചിറങ്ങിട്ടാ. മടുത്തു, തിരിച്ചിറങ്ങി. ചെക്കന്മാരൊക്കെ ടയർഡാ. ഇനി നേരെ വീട്ടിൽ പോട്ടെ. നോക്കിയിട്ട് കാര്യമില്ല. പനിയൊക്കെ വന്നിട്ടുണ്ട്. തേപ്പാണ്. അണ്ടനും അടക്കം ഓടണം. ചെക്കൻ ഫുൾ ടയർഡ്. ആ പറഞ്ഞോ. പനഡോൾ കിട്ടേ. ആ പാരസെറ്റമോള് അതില്ലടാ. അടിപൊളിയാകുമ്പോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കൽപ്പറ്റയിൽ കഴിഞ്ഞ് നമ്മൾ ഓൺ ദ വേ ആണ് നാട്ടിലോട്ട്. നാടുകാണി ഇറങ്ങി അങ്ങനെ പോകും. പന്തല്ലൂർ റൂട്ട് അങ്ങനെ ഓൺ ദ വേ ആണ്. ഫുള്ള് തേയിലക്കാടുകൾ രണ്ട് സൈഡിലും. അടിപൊളി വ്യൂ ആ. നമ്മൾ കുറേ പോത്തുംകാലും ഒക്കെ തപ്പി നടന്ന്, പക്ഷേ പോത്തുംകാലം നമുക്ക് കിട്ടിയില്ല. തൽക്കാലം പൊറോട്ടയും ബീഫ് സെറ്റ് ചെയ്ത്. ഞാൻ നാളെ ചിലപ്പോൾ വരാൻ പറ്റില്ല. ബീഫ് എനിക്ക് പറ്റില്ല. അങ്ങനെ 2 വേട്ടാളിമാരോട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുവൻ ഡ്രൈവിങ്ങിലാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയ നല്ല ടയർഡുണ്ട്. ഇനി വീട്ടിലെത്തി കിടന്നുറങ്ങി നാളെ വേറെ പരിപാടി. രണ്ടാമത്തെ വരി നമ്മളെ പിന്നെ വയനാട് അവിടുന്ന് മറ്റേ നമ്മളെ ഇതുവഴി വരുമല്ലോ. എന്താണ് മറ്റെന്താണ് സ്ഥലത്തിന്റെ പേര്? നമ്മളെ ഈ റൂട്ട് നീലഗിരി പന്തല്ലൂർ റൂട്ട്. അപ്പൊ അതില് വരുമ്പോ ചെക്കിങ് ഉണ്ട്. ചെക്കിങ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇ പാസ് വേണം. അപ്പൊ നമ്മള് നാട്ടിൽ പോവാണെങ്കിലും ഊട്ടി പോവാണെങ്കിലും കൊടൈക്കനാലല്ല, നാട്ടിൽ പോവാണെന്നുണ്ടെങ്കിലും വയനാട് വഴി ഇങ്ങോട്ട് നിലമ്പൂർ ഇറങ്ങണമെന്നുണ്ടെങ്കിലും ഇ പാസ് വേണം. അപ്പൊ അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫുള്ള് ചെക്കിങ്, ഇ പാസ്, അത് ഇത് വെള്ളക്കുപ്പിണ്ടൊക്കെ എടുത്ത് കളയണം. വൻ സീന. പഴയ പോലെ ഒന്നല്ല, ഒരേ ടാസ്കാ. എന്താ ചെയ്യാ. അതെ, ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ സാധനങ്ങൾ വെക്കുന്നു, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ യൂസ് ചെയ്യുന്നു. നമ്മളത് ഇവിടെ ഇടുന്നില്ല. നമ്മള് വീട്ടിലേക്ക് വന്ന സാധനം തിരിച്ചു വീട്ടിക്കാൻ നമ്മള് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും പ്രശ്നമാണ്. എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയും കൊണ്ടുപോയി വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടേ അല്ലേ. അങ്ങനെ വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർ അവിടെ ഇടും. അപ്പൊ അത് കാരണം പന്തല്ലൂര്. എന്താണ് പന്തല്ലൂരിലെ ചേനമ്പടിയിലെ ചേനമ്പടി. ചേന. അതെ, ചേരണോ? ചേരമ്പടി. ആ ഓക്കെ. അതായത് ഇത് വയനാട് പ്ലസ് അത് കഴിഞ്ഞ് പ്ലസ് അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്, അത് കഴിഞ്ഞ് വീണ്ടും കേരള. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു വ്യത്യസ്തമായ, അതായത് വയനാട് വീണ്ടും വയനാട് വരില്ലേ തിരിച്ചു? പിന്നെ അങ്ങനെയാണല്ലേ. എൻ്റെ വയനാടല്ലേ. ഓക്കെ. ഇവിടെ സ്ഥലം ഉണ്ടാകുമ്പോ അങ്ങനെ അങ്ങനെ സ്ഥലം ഉണ്ടാകുമ്പോ പകുതി ഇങ്ങനെ തമിഴ്നാട്, പിന്നെ വീണ്ടും കേരള.
നമ്മള് പന്തല്ലൂർ കഴിഞ്ഞിട്ടാ, പന്തല്ലൂർ ടൗൺ കഴിഞ്ഞ് പന്തല്ലൂർ കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ ബംഗാളി വന്നതിന് ശേഷം നിന്നല്ലേ ഓൺതയാണ് സമയം 5:47. നമ്മള് നാടുകാണി ചുരം ഇറങ്ങി തുടങ്ങിട്ടാ. കുഴപ്പമൊന്നുമില്ല, നാടുകാണിന്ന് ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ റഷില്ല. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചുരത്തിന്റെ അങ്ങോട്ട് എന്താ അവസ്ഥ അറിയില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. നേരെ പോവാ, വീട്ടിൽ പോവാ, കടന്നുറങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നേരെ വീട്ടിലോട്ട് ഉറക്കം. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വ്ളോഗ്, ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗ് വീണ്ടും വരാം.